നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ നിന്നാണ് സുഗന്ധരാജാവായ കുരുമുളകിന്റെ വരവ്. കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തീർണത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം ഒന്നാമതാണെങ്കിലും ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും നാം വളരെ പുറകിലാണ്. ഭാരതത്തിന്റെ ഉൽപാദനത്തിന്റെ 90% കേരളത്തിൽ നിന്നാണ്. ഇതിൽ ഇടുക്കി, വയനാട് ജില്ലകളിലാണ് കുരുമുളക് കൃഷി പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലുള്ള ഈ പ്രദേശങ്ങളിലെ കാലാവസ്ഥ കുരുമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. അടുത്ത കാലത്തായി ഈ പ്രദേശങ്ങളിലെ കുരുമുളക് തോട്ടങ്ങളിലെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു വരികയാണ്. ഇതിന്റെ പ്രതിഫലനം ഭാരതത്തിന്റെ കുരുമുളക് കയറ്റുമതിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, രോഗകീടങ്ങൾ, മണ്ണിന്റെ ഫലഭൂയിഷ്ഠക്കുറവ്, തൊഴിലാളികളുടെ ദൗർബല്യം, കമ്പോളത്തിലെ അസ്ഥിരമായ വില തുടങ്ങി അനേക പ്രശ്നങ്ങൾ ഇതിന് പുറകിലുണ്ടെന്ന് നമുക്കറിയാം. ഈ അവസ്ഥയിൽ നിന്നും കുരുമുളക് കൃഷിയെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരും സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യയും കുരുമുളക് കൃഷി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തു പറയാനാ, പഴയ പോലെ എനിക്ക് പണിയൊന്നും ചെയ്യാൻ വയ്യ. മുളക് കൃഷിയാണെങ്കിൽ വിളവും തീരെ കുറവ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പുതിയ പദ്ധതികളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുരുമുളക് വള്ളിയെ ബാധിക്കുന്ന രോഗങ്ങളുടെ പട്ടിക ഓരോ വർഷം കഴിയുന്തോറും വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിരീതിയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പല അപ്രധാന രോഗങ്ങളെയും തീവ്രാവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ കൊടിത്തോട്ടങ്ങളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിവാരണ മാർഗങ്ങളിലേക്കും കടക്കാം. സാർ, സംശയമുണ്ട്, തൊടുതാടുന്ന രോഗം എന്താണ്? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മഴക്കാലത്തെ ഏറ്റവും മാരകമായ രോഗമാണിത്. ഫൈറ്റോഫ്തോറ കാപ്സിസി എന്ന കുമിളാണ് രോഗഹേതു. കൊടിയുടെ എല്ലാ ഭാഗങ്ങളെയും ഈ രോഗം ബാധിക്കുന്നു. വേരിലെ രോഗബാധ മണ്ണിലെ ഈർപ്പം നിലനിൽക്കുന്നിടത്തോളം തുടരും. രോഗം ബാധിച്ച ഭാഗത്തെയും രോഗകാഠിന്യത്തെയും ആശ്രയിച്ച് കൊടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നു. ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രോഗം ബാധിച്ച കൊടികളുടെ ഇലയുടെ അഗ്രഭാഗത്ത് ഒന്നോ അതിലധികമോ കറുത്ത പുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ പുള്ളികൾ ഓരോന്നും വികസിച്ച് ഇലഞ്ഞെട്ടുകളിലേക്ക് വ്യാപിച്ച് ഇല പൊഴിച്ചിലിന് കാരണമാകുന്നു. മഴ പെയ്യുമ്പോൾ രോഗാണുബാധയുള്ള മണ്ണിൽ നിന്ന് മഴവെള്ളത്തോടൊപ്പം തെറിക്കുന്ന മൺതരികളിലൂടെയും ഈ രോഗാണു കൊടികളിലെത്തുന്നു. പ്രത്യേകിച്ചും മഴക്കാലത്ത് മണ്ണിൽ മുട്ടിക്കിടക്കുന്ന ചെന്തലകളിലെ തളിരിലകളും കൂമ്പുമാണ് എളുപ്പം രോഗം ബാധിച്ച് കരിയുന്നത്. കൊടിയുടെ ചുവട്ടിൽ പ്രധാന തണ്ടിലാണ് രോഗബാധയെങ്കിൽ ഇലകളും തിരികളും പൊഴിയുകയും വള്ളി അപ്പാടെ 1-2 ആഴ്ചയ്ക്കകം ഉണങ്ങിപ്പോവുകയും ചെയ്യും. എന്നാൽ വേരുകളിലാണ് രോഗബാധയെങ്കിൽ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമേ, അതായത് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ മഞ്ഞളിപ്പ്, വാട്ടം, പൊഴിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഇലകളിൽ പ്രകടമാവുകയുള്ളൂ. ഈ ലക്ഷണങ്ങളോടുകൂടിയ കൊടി കുറച്ചുകാലം കൂടി നിൽക്കുമെങ്കിലും രോഗം പ്രധാന തണ്ടിലേക്ക് എത്തുന്നതോടെ കൊടി പൂർണ്ണമായും നശിക്കുന്നു.
ഇതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ: തോട്ടങ്ങളിൽ നീർവാർച്ച ഉറപ്പാക്കണം. മാത്രവുമല്ല, കാലവർഷത്തിനു മുൻപ് മണ്ണിൽ പടർന്നു വളരുന്ന വള്ളികൾ താങ്ങുമരത്തോട് ചേർത്ത് കെട്ടിവെക്കണം. മഴ തുടങ്ങുന്നതോടുകൂടി താങ്ങുമരങ്ങളുടെ കൊമ്പുകൾ കോതിയൊതുക്കി തണൽ ക്രമീകരിച്ച് കൂടുതൽ സൂര്യപ്രകാശം തോട്ടത്തിൽ കടക്കുവാൻ അനുവദിക്കണം. തോട്ടങ്ങൾ കൊത്തിക്കിളയ്ക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. രോഗബാധയുള്ള തോട്ടങ്ങളിൽ കൊടിയൊന്നിന് 2 കിലോ വേപ്പിൻ പിണ്ണാക്ക് കാലവർഷത്തിനു മുൻപും പിൻപും 1 കിലോഗ്രാം വീതം ചേർത്ത് കൊടുക്കുന്നത് മണ്ണിലെ രോഗാണുക്കളെ ചെറുക്കുവാൻ സഹായിക്കും. ജൈവിക നിയന്ത്രണം: ജൈവിക നിയന്ത്രണ സഹായികളായ ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസും ഒരു കൊടിക്ക് 50 ഗ്രാം എന്ന തോതിൽ എല്ലാ കൊടികളുടെയും ചുവട്ടിലിട്ടു കൊടുക്കണം. ഈ കൾച്ചറുകൾ ചാണകപ്പൊടിയിൽ 2 ആഴ്ച വളർത്തിയതിനു ശേഷം മിശ്രിതം 2 അല്ലെങ്കിൽ 2.5 കിലോഗ്രാം വീതം ഒരു കൊടിക്ക് നൽകണം. ഇടവം ചിങ്ങം മാസങ്ങളിൽ ഇവ നൽകാം. പൊച്ചോണിയ കൾച്ചർ ലഭ്യമാണെങ്കിൽ ഇതേ രീതിയിൽ അതും ചേർത്ത് കൊടുക്കണം. മേൽപ്പറഞ്ഞ ജൈവിക നിയന്ത്രണ മാർഗങ്ങൾ രോഗം വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ മാത്രമാണ്. രോഗബാധയുണ്ടായാൽ രാസകുമിൾനാശിനികൾ പ്രയോഗിക്കേണ്ടതായി വരും. രാസനിയന്ത്രണം: കാലവർഷം തുടങ്ങുന്നതോടെ എല്ലാ കൊടികളിലും 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കണം. തുടർന്ന് കൊടിയുടെ ചുവട്ടിൽ 45 അല്ലെങ്കിൽ 50 സെന്റിമീറ്റർ ചുറ്റളവിൽ 0.3% വീര്യത്തിൽ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് കൊടിയൊന്നിന് 2 അല്ലെങ്കിൽ 5 ലിറ്റർ വീതം ചെടിയുടെ പ്രായമനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. മരുന്ന് തളിക്കലും മണ്ണിലൊഴിക്കലും തുലാവർഷത്തിനു മുൻപ് ഒന്നുകൂടി ആവർത്തിക്കണം. രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ രാസകുമിൾനാശിനി പ്രയോഗവും ഫലപ്രദമല്ല. ഈ അവസ്ഥയിൽ രോഗം ബാധിച്ച വള്ളികൾ വേരോടെ പിഴുതുമാറ്റി കത്തിച്ചു കളഞ്ഞതിനു ശേഷം കുഴികളിൽ 0.2% വീര്യമുള്ള കോപ്പർ ഓക്സിക്ലോറൈഡ് 5 അല്ലെങ്കിൽ 8 ലിറ്റർ വരെ ഒഴിച്ച് രോഗാണുക്കളെ നശിപ്പിച്ചു കളയണം. സാറേ, ഒരു സംശയം. ഈ സാവധാന വാട്ടം എന്ന രോഗത്തെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇലകൾ മഞ്ഞളിക്കുകയും വാടുകയും മാരകാവസ്ഥയിൽ കൊഴിയുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണങ്ങൾ. കാലവർഷാരംഭത്തിൽ രോഗലക്ഷണങ്ങൾ മാറി കൊടികൾ ശക്തിയാർജിച്ചതായി തോന്നാമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ വീണ്ടും പഴയ അവസ്ഥയിലെത്തുന്നു. ക്രമേണ കൊടികളുടെ വളർച്ച മുരടിക്കുകയും ഉൽപാദനക്ഷമത കുറയുകയും ചെയ്യും. റാഡോഫാലസ് സിമിലിസ്, മെലൈഡോഗൈനി ഇൻകോഗിനിറ്റ എന്നീ പരാതനിമാവിരകളാണ് സാവധാന വാട്ടമുണ്ടാക്കുന്നത്. റാഡോഫാലസ് സിമിലസ് വേരുകൾ തുരന്ന് നശിപ്പിക്കുന്നു. മെലൈഡോഗൈൻ ഇൻകോഗിനിറ്റയാവട്ടെ വേരുകളിൽ മുഴകളുണ്ടാക്കി അവയെ നശിപ്പിക്കുന്നു. ഇങ്ങനെ നിമാവിരകളാൽ ക്ഷതമേറ്റ വേരുകളിൽ കൂടി ഫൈറ്റോഫ്തോറ എന്ന കുമിൾ കയറിക്കൂടുകയും വേരുകൾ അഴുകുകയും ചെയ്യുന്നു. മണ്ണിൽ രോഗകാരികളായ നിമാവിരകളും കുമിളുകളും ഒരുമിച്ച് കണ്ടേക്കാം. അതിനാൽ തോട്ടങ്ങളിൽ സാവധാന വാട്ടത്തെ പ്രതിരോധിക്കുവാൻ ഒരു സമഗ്ര നിയന്ത്രണ മാർഗം വേണം അവലംബിക്കുവാൻ. സാവധാന വാട്ടത്തിനുള്ള പരിഹാര മാർഗങ്ങൾ: വാട്ടത്തിന്റെ തീവ്രത കൂടുതലാണെങ്കിൽ, അതായത് ഇലകൾ ഭൂരിഭാഗവും കൊഴിഞ്ഞുപോയ വള്ളികൾ വേരോടെ പിഴുതുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. അതിനുശേഷം 0.2% വീര്യത്തിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് തടങ്ങളിലൊഴിച്ച് മണ്ണ് കുതിർക്കുക. ഇപ്രകാരം രോഗാണു വിമുക്തമാക്കിയതിനു ശേഷം അടുത്ത സീസണിൽ പുതിയ തൈകൾ നടുകയും ചെയ്യാം. അത്യുൽപാദന ശേഷിയുള്ള പൗർണമി എന്ന ഇനത്തിന് നിമാവിരകളുടെ ആക്രമണം ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാനാകുമെന്ന് കണ്ടിട്ടുണ്ട്. അതിനാൽ കഠിനമായ ആക്രമണമുള്ള സ്ഥലങ്ങളിൽ ഈ ഇനം കൃഷി ചെയ്യുന്നതായിരിക്കും ഉത്തമം. പ്രതിരോധ നടപടിയെന്ന നിലയിൽ മേടം കന്നിമാസങ്ങളിൽ ജൈവിക നിയന്ത്രണ സഹായികളായ പൊച്ചോണിയ ക്ലാമിഡോസ്പോറിയ അല്ലെങ്കിൽ ട്രൈക്കോഡെർമ ഹാർസിയാനം കൊടിയൊന്നിന് 50 ഗ്രാം എന്ന തോതിൽ നൽകാവുന്നതാണ്. സാറേ, ഈ കൊടിയുടെ ഇലയിൽ പാടുകളുണ്ടായിട്ട് അത് ചുരുണ്ടുകൂടി നശിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഇവിടെ സാധാരണയായിട്ട് കാണുന്ന ഒരു രോഗമാണത്. മുരടിപ്പ് രോഗം. ഇതൊരു വൈറസ് രോഗമാണ്. കുക്കുംബർ മൊസൈക്ക് വൈറസ്, പെപ്പർ യെല്ലോ മോട്ടിൽ മൊസൈക്ക് വൈറസ്,
ബാറ്റ്ന വൈറസ് എന്നിവയാണ് രോഗകാരണം. രോഗം ബാധിച്ച കൊടികളിലെ ഇലകൾ വലിപ്പം കുറഞ്ഞ് ആകൃതി നഷ്ടപ്പെട്ട് ചുരുണ്ടുകൂടുന്നു. മാത്രമല്ല ഇലകളുടെ പച്ച നിറവും മഞ്ഞ നിറവും ഇടവിട്ട് പുള്ളികളായും ചാലുകളായും പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. മൊത്തം വള്ളികൾക്കും മുരടിപ്പ് ബാധിക്കുന്നു. ക്രമേണ രോഗം ബാധിച്ച കൊടികളുടെ ഉൽപാദനം ഗണ്യമായി കുറയുന്നു. ഇനി നിയന്ത്രണ മാർഗങ്ങളിലേക്ക്. ഈ രോഗം പകരുന്നത് രോഗം ബാധിച്ച വള്ളികൾ ഉപയോഗിച്ച് നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുമ്പോഴാണ്. അതിനാൽ ആരോഗ്യമുള്ള കൂടത്തൈകൾ മാത്രം നടാൻ ഉപയോഗിക്കുക. ചെന്തലകൾ ശേഖരിക്കുമ്പോൾ തന്നെ രോഗം ബാധിച്ച കൊടികളെ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിരന്തരമായ നിരീക്ഷണത്തിലൂടെ രോഗം ബാധിച്ച കൊടികൾ പിഴുതുമാറ്റി കത്തിച്ച് നശിപ്പിക്കണം. കൊടികളുടെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളായ എഫിഡുകളും മീലിമൂട്ടകളും മുഖേന ഈ രോഗം പടരുന്നു. ആയതിനാൽ ഈ രോഗം പടർത്തുന്ന കീടങ്ങളെ 0.05% ഡൈമത്തയേറ്റ് തളിച്ച് നിയന്ത്രിക്കണം. സാർ, ഈ കൊടിയുടെ ഇലയിലെ തവിട്ട് നിറത്തിലുള്ള പാടുകളുണ്ടല്ലോ, അതെന്ത് രോഗമാണ്? ഇടുക്കി ജില്ലയിലെ തണുപ്പ് കൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ ഈ രോഗം അടുത്ത കാലത്ത് വളരെ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. കൊളറ്റോട്രിക്കം ഗ്ലിയോസ്പോറിയോയിഡസ് എന്ന ഒരിനം കുമിളാണ് രോഗഹേതു. ഇലകളിലും മണികളിലും രോഗം ബാധിക്കുന്നു. ഇത് ഹൈറേഞ്ചിൻ്റെ ഉയർന്ന തണുപ്പ് കൂടിയ ഒരു 12 പഞ്ചായത്തിൻ്റെ ഉയർന്ന തണുപ്പ് കൂടിയ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായിട്ട് കാണുന്നു. ഇതുമൂലം കർഷകർ അതിഭയങ്കരമായ പ്രതിസന്ധിയിലാണ്. മറ്റ് കൃഷികളിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇലകളിലെ രോഗബാധ ഏകദേശം എല്ലാ കാലത്തും കാണാറുണ്ട്. ക്രമരഹിതമായ തവിട്ട് നിറത്തിലുള്ള പൊട്ടുകളായി പ്രത്യക്ഷപ്പെട്ട് ഇവ ക്രമേണ വികസിച്ച് ചാരനിറത്തിലാകുകയും പൊട്ടുകൾക്ക് ചുറ്റും മഞ്ഞ നിറത്തിലുള്ള വലയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. തിരികളിലെ രോഗബാധ കാലവർഷം തീരുന്നതോടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. രോഗബാധയുള്ള മണികളിൽ തവിട്ട് നിറമുള്ള കുഴിഞ്ഞ പാടുകൾ കാണാം. ക്രമേണ ഈ നിറവ്യത്യാസം കൂടുതൽ പ്രകടമാവുകയും മണികളുടെ നെടുകെ ആഴത്തിൽ വിള്ളലുണ്ടാവുകയും ചെയ്യും. തുടർന്ന് മണികളുടെ വളർച്ച മുരടിച്ച് അവ കറുത്തുണങ്ങി പതിരായി പോകുന്നു. രോഗം ബാധിച്ച ചരടുകൾ അപ്പാടെ തോട്ടങ്ങളിൽ കൊഴിഞ്ഞുകിടക്കുന്നത് കാണാം. പന്നിയൂർ 5 എന്ന ഇനം ഒരു പരിധിവരെ ഈ രോഗത്തെ ചെറുക്കുന്നതായി കണ്ടിട്ടുണ്ട്. ദ്രുതവാട്ടത്തിനെതിരെ കൃത്യമായും ക്രമമായും പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കുന്ന തോട്ടങ്ങളിൽ പൊള്ളി രോഗത്തിനെതിരെ പ്രത്യേക മരുന്നുകളൊന്നും ചെയ്യേണ്ടതില്ല. അതായത് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ച് ഈ രോഗവും നിയന്ത്രണ വിധേയമാക്കാം. രോഗങ്ങൾ ബാധിക്കുന്നത് കൂടാതെ കുരുമുളക് കൊടിയെ ആക്രമിച്ച് നശിപ്പിക്കുന്ന ചില കീടങ്ങളുമുണ്ട്. മീലിമുട്ട എന്ന കീടങ്ങൾ കുരുമുളക് ചെടിയുടെ ഇലയിലും തണ്ടിലും വേരിലും വെളുത്ത പൊടി പോലെ കാണപ്പെടുന്നു. ഈ കീടങ്ങൾ തണ്ടിൽ നിന്നും ഇലയിൽ നിന്നും വേരിൽ നിന്നും നീര് ഊറ്റി കുടിക്കുന്നതിൻ്റെ ഫലമായി ചെടികൾ ഉണങ്ങി കരിഞ്ഞു പോകുന്നു. ഇത് കൂടാതെ കുരുമുളകിലെ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളുടെ വാഹകരായും ഈ കീടം പ്രവർത്തിക്കുന്നു. 2 രീതിയിലാണ് നമുക്ക് ഈ കീടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. ഒന്ന്, രാസ കീടനാശിനിയെ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടും. തോട്ടങ്ങളിൽ ആണ് എങ്കിൽ രാസ കീടനാശിനിയാണ് ഏറ്റവും അധികം ഫലപ്രദം. ക്ലോർഫൈറിഫോസ് എന്ന് പറയുന്ന രാസ കീടനാശിനി 0.075% വീര്യത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേരിലെ ആക്രമണം നമുക്ക് തടയാൻ കഴിയും. അതേസമയം നഴ്സറികളിലാണ് ഇതിൻ്റെ ആക്രമണം കണ്ടുവരുന്നത് എങ്കിൽ ജൈവ കീടനാശിനിയായ പുകയില കഷായം ഇതിനെ നിയന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമാണ്. പുകയില കഷായം ഉണ്ടാക്കുന്നത് 500 ഗ്രാം പുകയില 4.5 ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് 24 മണിക്കൂർ വയ്ക്കുക. ഈ ലൈനിലേക്ക് 120 ഗ്രാം സാധാരണ ബാർ സോപ്പ് പൊടിയാക്കി വെള്ളത്തിൽ തിളപ്പിച്ച് നല്ലതുപോലെ ഇളക്കിക്കൊണ്ട് ഈ ലൈനിൽ ചേർക്കുക. ഈ ലൈന് 6-7 ഇരട്ടി നേർപ്പിച്ച് നമുക്ക് നേരിട്ട് ചെടികളിൽ ഉപയോഗിക്കാൻ കഴിയും. കുരുമുളകിനെ ആക്രമിക്കുന്ന ശൽക്ക കീടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെങ്ങിനെ ബാധിക്കുന്ന ആസ്പിഡിയോട്ടസ് എന്ന് പറയുന്ന ശൽക്ക കീടവും പർപ്പിൾ കളറോട് കൂടിയ
ലെപ്പിഡോസാപ്പസ് എന്ന് പറയുന്ന ശൽക്കകീടകങ്ങളുമാണ്. ശൽക്കകീടങ്ങളുടെ ആക്രമണം മൂലം കീടബാധ ഏറ്റ കുരുമുളകിൻ്റെ ഭാഗങ്ങൾ നശിച്ചു പോകുന്നു. ഈ കീടത്തെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഡൈമെഥോയേറ്റ് 0.1% വീര്യത്തിലോ നീം ഓയിൽ 0.3% വീര്യത്തിലോ അല്ലെങ്കിൽ ഫിഷ് ഓയിൽ റോസിൻ എന്ന് പറയുന്ന കീടനാശിനി 3% വീര്യത്തിലോ കലക്കി തളിക്കുക എന്നുള്ളതാണ്. ഇലപ്പേനുകൾ കുരുമുളകിനെ പ്രത്യേകിച്ചും നഴ്സറികളിൽ ആക്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കീടമാണ്. ഇതിൻ്റെ ആക്രമണം ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത് ഇലകളുടെ അരികുകൾ മടങ്ങി ചുരുണ്ടുകൂടുമ്പോഴാണ്. രൂക്ഷമായ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഇലകളുടെ ആകൃതി തന്നെ നഷ്ടപ്പെടും. ഇങ്ങനെ ഉണ്ടാകുന്ന മടക്കുകൾ പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കീടത്തിൻ്റെ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലുള്ള കീടങ്ങളെ കാണാൻ കഴിയും. ഇതിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം 0.05% വീര്യത്തിൽ ഡൈമെഥോയേറ്റ് എന്ന് പറയുന്ന രാസകീടനാശിനി തളിക്കുക എന്നുള്ളതാണ്. കുരുമുളകിനെ ബാധിക്കുന്ന മറ്റൊരു കീടമാണ് തണ്ടുതുരപ്പൻ അല്ലെങ്കിൽ സിഡിയ ഹെമിഡോക്സ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ശലഭം. പുതുതായി നട്ട തോട്ടങ്ങളിലാണ് ഇതിൻ്റെ ആക്രമണം രൂക്ഷമായി കണ്ടുവരുന്നത്. പുതുതായി ഉണ്ടാകുന്ന നാമ്പുകളിൽ ഇതിൻ്റെ പുഴുക്കൾ തുളച്ചു കയറുകയും അതിൻ്റെ ഫലമായി തണ്ടുകൾ കറുത്ത് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഒരു തരത്തിൽ ഈ കീടത്തിൻ്റെ ആക്രമണം ഉപകാരമാണ്. കാരണം ഇതിൻ്റെ ആക്രമണം രൂക്ഷമല്ല എങ്കിൽ പുതുതായി ധാരാളം നാമ്പുകൾ വരികയും അത് കൊടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഉണ്ടാകുന്ന എല്ലാ തണ്ടുകളെയും ഇത് ആക്രമിക്കുകയാണെങ്കിൽ ഇതിനെതിരെ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. ഈ കീടത്തിൻ്റെ ആക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ ഡൈമെഥോയേറ്റ് എന്ന് പറയുന്ന രാസകീടനാശിനി 0.05% വീര്യത്തിൽ ചെടികളിൽ കലക്കി തളിക്കുന്നത് നല്ലതാണ്. കുരുമുളകിനെ ബാധിക്കുന്ന കീടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൊള്ളുവണ്ട്. കറുത്ത ശരീരത്തോടും മഞ്ഞ തലയോടും കൂടിയ ഈ വണ്ടുകൾ വർഷം മുഴുവനും തോട്ടങ്ങളിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ ആക്രമണം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ ഇതിൻ്റെ ആക്രമണം താരതമ്യേന കുറവായിട്ടാണ് കാണുന്നത്. തളിരിലകളിലും തിരിയിലും അതോടൊപ്പം തന്നെ കുരുമുളകിൻ്റെ പുതിയ തണ്ടുകളിലും ഇത് ആക്രമിച്ച് അതിനെ നശിപ്പിക്കുന്നു. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മൂപ്പത്താത്ത മണികളിലേക്ക് തുളച്ചു കയറി മണിയുടെ ഉള്ളിലുള്ള എല്ലാം തിന്ന് നശിപ്പിക്കുകയും അതിൻ്റെ രൂപമായിട്ട് അത് പൊള്ള് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കീടത്തിൻ്റെ ആക്രമണം ഇത് കൂടുതലായി കാണപ്പെടുന്നത് തണൽ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം തണൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇതുകൂടാതെ രാസകീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്കിതിനെ നിയന്ത്രിക്കാം. ഡൈമെഥോയേറ്റ് എന്ന് പറയുന്ന രാസകീടനാശിനി 0.05% വീര്യത്തിൽ ജൂലൈ മാസത്തിൽ ഒരിക്കലും വേപ്പെണ്ണ അടങ്ങിയ ജൈവ കീടനാശിനികൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ഒരു പ്രാവശ്യം വീതം അടിക്കുകയും ചെയ്താലും ഈ കീടത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. പൊള്ളുവണ്ടിൻ്റെ ആക്രമണം തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ മണികൾ, കുരുമുളകിൻ്റെ മണികൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ മുകളിൽ വട്ടത്തിലുള്ള തുളകൾ കാണാം. അങ്ങനെയാണെങ്കിൽ അതുണ്ടായിരിക്കുന്നത് പൊള്ളുവണ്ടിൻ്റെ ആക്രമണം മൂലമാണ്. പുതുതായി കുരുമുളക് കൃഷിയിലേക്ക് കടന്നു വരുന്നവരും കൃഷിത്തോട്ടങ്ങൾ പുനരുദ്ധരിക്കുവാൻ തയ്യാറാവുന്നവരും കുരുമുളക് ചെടിയെ ശാസ്ത്രീയമായ രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ ഈ കറുത്ത മുത്തിന് കരുത്തേകി 100 മേനി വിള കൊയ്യാനാകൂ. കുരുമുളക് കൃഷിയുടെ ഏറ്റവും കാതലായ ഭാഗം അവ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് അനുയോജ്യമായ കുരുമുളക് ഇനങ്ങൾ തിരഞ്ഞെടുക്കുകയെന്നതാണ്. ഇന്ന് നിലവിലുള്ള ഇനങ്ങളിൽ പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3,
പന്നിയൂർ 4, പന്നിയൂർ 5, പന്നിയൂർ 6, പന്നിയൂർ 7, കൂടാതെ IISRൽ വികസിപ്പിച്ചെടുത്ത ഇനങ്ങളും മറ്റ് നാടൻ ഇനങ്ങളും വിജയകരമായി കൃഷി ചെയ്യാം. കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രീയ തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഇനങ്ങളാണ് ശ്രീകര, ശുഭകര, പഞ്ചമി, പൗർണമി, IISR തേവം, ഗിരിമുണ്ട, മലബാർ എക്സൽ, IISR ശക്തി. ഇതിൽ ആദ്യത്തെ 4 വെറൈറ്റീസ് ഇനങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുന്ന് റിലീസ് ചെയ്യപ്പെടുകയും അത് കർഷകർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം ഈ രോഗപ്രതിരോധ ശേഷി വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട്, അതുപോലെ തന്നെ വളരെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പലപ്പോഴും ഇനങ്ങളില്ലാത്തത് കൊണ്ടും പിന്നീട് കുറേ ഇനങ്ങൾ കൂടി റിലീസ് ചെയ്യുകയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് IISR തേവം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ദുർവാട്ടം വന്നാൽ തന്നെയും അത് ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ടാകും. അതിൻ്റെ വിളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2450 കിലോഗ്രാം ഉണക്ക കുരുമുളക് ഒരു ഹെക്ടറിന് കിട്ടും. ഇത് ഇവിടുത്തെ ജനിതക ശേഖരത്തിൽ നിന്ന് ഞങ്ങൾ ഉരുത്തിരിച്ചെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇനമാണ്. പ്രത്യേകിച്ച് ഈ വെറൈറ്റിക്ക് ഈ കൂർഗ് മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡുണ്ട്. രണ്ടാമത്തെ ഒരു ഇനമാണ് IISR ശക്തി. ഇവിടെ ഈ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ ഉള്ള പേരാമ്പ്ര മുണ്ടി എന്നറിയപ്പെടുന്ന ആ പ്രദേശം കളക്ട് ചെയ്ത ഇനത്തിൻ്റെ വിത്ത് മുളപ്പിച്ച് തൈയിൽ നിന്ന് ഉരുത്തിരിച്ചൊരു ഇനമാണ് ഈ ശക്തി. ഇതിന് നന്നായിട്ട് രോഗപ്രതിരോധ ശേഷിയുണ്ട്. അതുകൂടാതെ തന്നെ ഇതുവരെ ഞങ്ങൾ റിലീസ് ചെയ്ത എല്ലാ ഇനങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ ഉണക്ക കിട്ടുന്നത് 43% വരെ കിട്ടും. മറ്റുള്ള എല്ലാ ഇനങ്ങളിലും 32% കിട്ടുമ്പോൾ ഇതിന് 43% ഉണക്ക കിട്ടും. പിന്നെ ഇത് ഈ കർണാടക സ്റ്റേറ്റിലെ പ്രത്യേകിച്ച് സിർസി ഭാഗങ്ങളിലൊക്കെ വളരെയധികം യോജിച്ച ഒരു ഇനമാണ്. ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഇതിന് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്വല്പം തുടക്കത്തിൽ അതിൻ്റെ വളർച്ച ഒരു സ്വല്പം സാവകാശമായിരിക്കും. അപ്പോൾ അത് കൃഷിക്കാർ ഇത് കൃഷി ചെയ്യുന്നവർ ഇതിന് വളർച്ചയില്ലോ എന്ന് വിചാരിച്ച് വലിച്ചു പറിച്ച് കളയുക. പിന്നെ അതുപോലെ അതിൻ്റെ മണിപിടുത്തം ഒരു സ്വല്പം അകന്നായിരിക്കും ഇതിൻ്റെ മണി പിടിക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഇതിന് വിളവില്ല എന്ന് വിചാരിക്കരുത്. കാരണം ഇതിന് അതിൻ്റെ ഞങ്ങൾ ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2250 കിലോഗ്രാം ഉണക്ക കുരുമുളക് കിട്ടുന്നതായിട്ട് കാണും. അതുപോലെ തന്നെ നല്ല പൈപ്പറിൻ, ഒലിയോറസിനും ക്വാളിറ്റിയുടെ കാര്യത്തിലും വളരെ മെച്ചപ്പെട്ടുണ്ട്. പിന്നെ രോഗപ്രതിരോധ ശേഷിയുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഇനമാണ്. ഇനി അടുത്തതായിട്ടുള്ളത് മലബാർ എക്സൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ മലബാർ എക്സൽ ചോലമുണ്ടിയും പന്നിയൂർ 1 കൂടെ ക്രോസ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇതിന് ഇച്ചിരി ഈൽഡ് പൊതുവെ ഇച്ചിരി കുറവാണ്. അതായത് 1440 കിലോഗ്രാമേ ഉള്ളൂ. പക്ഷേ 3000 അടി ഉയരങ്ങളിലുള്ള കുരുമുളക് സാധാരണഗതിയിൽ അതിന് ചില എന്താണ് പറയുക മണിപിടുത്തം ഉണ്ടാവില്ല. അത് പൂക്കൾക്ക് അതിൻ്റേതായ സ്ട്രക്ചർ ശരിക്കും ഉണ്ടാകാത്ത കാരണം മണി പിടിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇത് വളരെയധികം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതുവരെ റിലീസ് ചെയ്ത എല്ലാ ഇനങ്ങളിലും ഏറ്റവും കൂടുതൽ ഒലിയോറസിനുള്ളത്, അതായത് ഏതാണ്ട് 15% ഒലിയോറസിനുള്ള ഒരു ഇനമാണത്. അതിൻ്റെ മണി സ്വല്പം ചെറുതാണെങ്കിൽ നല്ല തിരിക്ക് നീട്ടവും ഒക്കെ ഉള്ള, പക്ഷേ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. IISR എക്സൽ വാൾപ്പാറയെ പോലെ നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് വളരെയധികം യോജിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഒലിയോറസിനുള്ളതാണ്. പിന്നെ വേറൊരു ഇനമെന്ന് പറയുന്നത് ഗിരിമുണ്ട എന്ന് പറയും. ഈ ഗിരിമുണ്ട എന്നുള്ള പേര് തന്നെ അതായത് ഗിരിസിംഹങ്ങളിലേക്ക് പറ്റിയെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അത് ഇതുപോലെ തന്നെ 3000 അടി ഉയരങ്ങളിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് പറ്റിയ ഒരു ഇനമാണ്. അപ്പോൾ അതിന് 2850 കിലോഗ്രാം ഉണക്ക കുരുമുളക് തരാൻ കേൾപ്പുള്ളതാണ്. അതുപോലെ തന്നെ അതിലും 32% ഉണക്കയുണ്ട്. സാധാരണ കുരുമുളകിൽ ഉള്ളതുപോലെ തന്നെ ഏകദേശം 2% പൈപ്പറിനും അതുപോലെ 3.5% എസൻഷ്യൽ ഓയിലും ഉള്ളൊരു നല്ലൊരു ഇനങ്ങളാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ശ്രീകര, ശുഭകര എന്ന് പറയുന്ന ഇനങ്ങൾ നമ്മുടെ സാധാരണ കരിമുണ്ടയിൽ നിന്ന് നിർദ്ധാരണം വഴി ഉണ്ടാക്കിയെടുത്തുള്ള ഇനങ്ങളാണ്. അപ്പോൾ ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഈൽഡ് കൂടുന്നു എന്നുള്ളത്. അതായത് 2850 കിലോഗ്രാം ഡ്രൈ പെപ്പർ വരെ കിട്ടാൻ കഴിവുള്ള 2 ഇനങ്ങളാണത്. അതിനും കൂടുതൽ
എസൻഷ്യൽ ഓയിലും നല്ല പൈപ്പറിനും ഒലിയോറസിനും കൂടുതലുള്ളൊരു ഇനമാണ്. അപ്പോൾ അത് കരിമുണ്ട പോലെ ഇരിക്കുമെങ്കിലും കരിമുണ്ടയിൽ നിന്ന് ഏതാണ്ട് ഒരു 270 ഇനങ്ങളോളം നിർദ്ധാരണം ചെയ്ത് അതിനകത്ത് സെലക്ട് ചെയ്തെടുത്ത ഒരു ടൈപ്പാണ്. പിന്നെയുള്ളത് ഈ പൗർണമി എന്ന് പറയുന്ന ഇനം ഈ നിമാറ്റോഡ്സിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നിമാ വിരകളുള്ള സ്ഥലത്തേക്ക് വളരെ യോജിച്ചതാണ്. അത് നല്ല ക്വാളിറ്റി ഒരു ഇനമാണ്. പിന്നെ ഉള്ളത് പഞ്ചമി എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട്ടിൽ കാണുന്ന ഈ ഐബിരിയൻ എന്ന് പറയുന്നത് അത് നിർദ്ധാരണം ചെയ്തെടുത്തുള്ളൂ. അതും ഒരു വളരെ അധികം വിളവ് തരുന്ന ഒരു ഇനമാണ്. പക്ഷേ പഞ്ചമിക്ക് ഒരു കുഴപ്പമുള്ളതെന്ന് ചോദിച്ചാൽ സാധാരണ കുരുമുളകുകൾ ഒരു ജാനുവരി ഫെബ്രുവരി ആകുമ്പോൾ മച്ചറാകുമ്പോൾ പഞ്ചമി ഒരു മാർച്ചോട് കൂടി റെഡിയാകും. അപ്പോൾ നമ്മളത് നടുമ്പോൾ ഈ പെട്ടെന്ന് മണ്ണൊക്കെ ഉണങ്ങിപ്പോകുന്ന സ്ഥലങ്ങളിലേക്ക്, അതായത് മഴ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ണ് ഉണങ്ങിപ്പോകുന്ന സ്ഥലങ്ങളിലേക്ക് ആ വെറൈറ്റി ഉപയോഗിക്കാൻ പാടില്ല. അതേസമയത്ത് നല്ല വിളവുണ്ട്. ഏതാണ്ട് ഒരു 2.9 ടൺസ് വരെ വിളവ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇനങ്ങളാണ്. അപ്പോൾ ഈ വെറൈറ്റീസ് എല്ലാം നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വളരും. പക്ഷേ ഈ ഗിരിമുണ്ട മലബാർ എക്സൽ എന്ന വെറൈറ്റീസ് അല്ലെങ്കിൽ ആ ഇനങ്ങൾ നമ്മൾ ഈ സമതലങ്ങളിൽ കൃഷി ചെയ്യുമ്പം ഈ അതിൽ ഉയർന്ന സ്ഥലങ്ങളിൽ കിട്ടുന്ന അത്രയും വിളവ് ഉണ്ടായിരിക്കത്തില്ല. ആ ഒരു കാര്യം മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനങ്ങൾ തിരഞ്ഞെടുത്ത ശേഷം അടുത്തതായി കൃഷിസ്ഥലം തിരഞ്ഞെടുക്കുക എന്നതാണ്. നല്ല നീർവാർച്ചയുള്ളതും ജൈവാംശമുള്ളതുമായ മണ്ണിൽ കുരുമുളക് തഴച്ചു വളരും. മണ്ണിൻ്റെ അമ്ലക്ഷാര സൂചിക 6.5 മുതൽ 7.5 വരെയാണ് അഭികാമ്യം. സൂര്യാഘാതം തടയാനായി തെക്കൻ ചരിവുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പുതുതായി നടുന്ന തോട്ടങ്ങളിൽ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശേഷം കൊടി പടർത്താനാവശ്യമായ താങ്ങ് കാലുകൾ നടുകയെന്നതാണ് അടുത്ത പടി. നാടൻ മുരുക്ക്, ശീമമുരുക്ക്, കരയം അഥവാ കിളിഞ്ഞിൽ, മട്ടി അഥവാ തീപ്പട്ടിമരം, ശീമക്കൊന്ന, സിൽവർ ഓക്ക്, ഇവയിൽ സിൽവർ ഓക്കും ശീമമുരുക്കും ഉയർന്ന മലമ്പ്രദേശങ്ങളിലേക്കാണ് കൂടുതൽ നല്ലത്. മിശ്രവിളത്തോട്ടങ്ങളിൽ തെങ്ങ്, കമുക്, പ്ലാവ്, മറ്റ് ഫലവൃക്ഷങ്ങൾ എന്നിവയിലും കൊടികയറ്റാം. ഏപ്രിൽ മെയ് മാസത്തിൽ പുതുമഴ ലഭിക്കുന്നതോടെ താങ്ങുകാലുകൾ നിശ്ചിത അകലത്തിൽ നട്ടുപിടിപ്പിക്കാം. സിൽവർ ഓക്ക്, പ്ലാവ് തുടങ്ങിയവ കൊടി നടുന്നതിന് 3 വർഷം മുൻപേ നടണം. കമ്പ് വെട്ടി നടുന്ന താങ്ങുകാലുകൾ ആദ്യ മഴയ്ക്ക് തന്നെ നടാൻ ശ്രദ്ധിക്കണം. ആദ്യകാലത്ത് ഞങ്ങൾ മുരിക്കലാണ് കുടിയിട്ടുകൊണ്ടിരുന്നത്. മുരിക്കിൻ്റെ ഇല ചുരുണ്ടുകൂടി ഇതുപോലെയായിത്തീർന്നു. ഈ രോഗം വന്നാൽ മുരിക്കെല്ലാം നശിച്ചു പോകുന്നു. ഈ തോട്ടത്തിലെ മുരിക്കെല്ലാം ഇതേമാതിരി രോഗം വന്ന് നശിച്ചു പോയതാണ്. ഗാൾ വാസ്പ് 2005 കേരളത്തിൽ ആദ്യമായി കണ്ടത്. 2006 ഈ കീടം കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കാണപ്പെട്ടു. ഈ കീടത്തെ നിയന്ത്രിക്കുന്നതിനായി ഇമിഡാക്ലോപ്രിഡ് എന്ന് പറയുന്ന രാസകീടനാശിനി 30 മില്ലി ലിറ്റർ 100 ലിറ്റർ വെള്ളത്തിൽ കലക്കി മുരിക്കിന് തളിര് വരുന്ന സമയത്ത് അതിൻ്റെ തളിരിലയിലും അതോടൊപ്പം തന്നെ തണ്ടിലും തളിക്കുന്നത് നല്ലതാണെന്ന് ഇടുക്കിയിലെ മിക്ക കൃഷിക്കാരും കണ്ടെത്തിയിട്ടുണ്ട്. കുരുമുളക് നഴ്സറി ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ ചെന്തലകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല തിരികളുള്ള നല്ല ആരോഗ്യമുള്ള ചെടികളിൽ നിന്നാണ് ചെന്തലകൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് വളരെ നേരത്തെ തന്നെ ഒരു ചെടിയുടെ ചുവട്ടിൽ കുറ്റിക്കാലുകൾ നാട്ടിയിട്ട് ആ ചെടികൾ മറ്റ് രോഗങ്ങളോ ഒന്നും വരാതെ വേണം അതിനെ ഇങ്ങനെ ചുറ്റിക്കെട്ടിയിടുക. അതിനെയാണ് ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്കിന് ആ ചെന്തലകൾ എടുത്തുകൊണ്ട് വന്നിട്ട് വേണം കൂടുതൽ നടാനാണ് ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും ഈ ചെന്തലകളെ മണ്ണിൽ കൂടെ പടരാനോ വേറെ ഒന്നിൽ കടരാനോ ഒന്നും അനുവദിക്കരുത്. ചെന്തല പോലെ തന്നെ കേറുതലയും ഉത്തമമായ നടീൽ വസ്തുവാണ്. ആർത്തോട്രോപിക് ഷൂട്ട് നമ്മൾ നട്ടുകഴിഞ്ഞാൽ ആദ്യം തൊട്ട് നിങ്ങൾ ശരിക്കും കായ്ക്കുന്ന ബ്രാഞ്ചസ് എല്ലാം വരും. അതാണ് ഒരു പ്രത്യേകത.
മുളക് പറിക്കുന്നതിന് മുൻപായി നല്ല കൊടിത്തോട്ടങ്ങൾ സന്ദർശിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ നല്ലപോലെ തിരിയും മണിയുമുള്ള ആരോഗ്യമുള്ള കൊടികൾ തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്ത കൊടികൾക്ക് 5 മുതൽ 12 വർഷം വരെ പ്രായമാകാം. ഇവ തുടർച്ചയായി നല്ല വിളവ് തരുന്നവയായിരിക്കണം. രോഗകീട പ്രതിരോധ ശക്തിയുള്ളതുമാകണം. വരൾച്ചയെ അതിജീവിക്കുവാനുള്ള കഴിവുണ്ടാകണം. കൂടുതൽ പാർശ്വശാഖകൾ അഥവാ കണ്ണിത്തലകൾ ഉള്ളവയാകണം. നല്ല മണിപിടുത്തവും മുഴുത്ത മണികളും വേണം. നഴ്സറി മിശ്രിതം തയ്യാറാക്കൽ. സൂര്യതാപീകരണം ചെയ്ത പോട്ടിംഗ് മിശ്രിതമാണ് പോളിത്തീൻ ബാഗുകളിൽ നിറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. മണ്ണ്, മണൽ അല്ലെങ്കിൽ പാറപ്പൊടി 2-1-1 എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത് തവാർണകൾ ഉണ്ടാക്കി അതിലിടുന്നു. തവാർണകൾക്ക് 20 സെൻറ്റിമീറ്റർ ഉയരം വേണം. നല്ലവണ്ണം നനച്ച ശേഷം മിശ്രിതം പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് വായു നിബന്ധമായി ഏകദേശം 1 മാസം മൂടിയിടുന്നു. സൂര്യതാപീകരണം ചെയ്ത പോട്ടിംഗ് മിശ്രിതത്തിൽ മിത്രകുമിളകളായ ട്രൈക്കോഡർമ, സീഡോമോണസ്, പൊച്ചോണിയ എന്നിവ 1 കിലോഗ്രാം മിശ്രിതത്തിന് 1 ഗ്രാം എന്ന നിരക്കിൽ ചേർക്കുന്നത് രോഗങ്ങൾ വരാതിരിക്കുന്നതിന് സഹായിക്കും. മിത്രകുമിളകൾ ഉപയോഗിക്കുമ്പോൾ രോഗം നിയന്ത്രിക്കുന്നതിനായിട്ട് അക്കോമിൻ അല്ലെങ്കിൽ റിഡോമിൽ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ഈ നിറച്ചെടുത്ത മിശ്രിതത്തെ പോളിത്തീൻ കൂടിലേക്ക് നിറയ്ക്കുക എന്നുള്ളതാണ് അടുത്തൊരു പരിപാടി. കൂടുകൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിലാവശ്യമായ മിനിമം ഒരു 12 മുതൽ 16 വരെ കിഴുത്ത് ഹോൾസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിട്ട് അതിൽ 3/4 ഭാഗം ഈ മിശ്രിതം നിറയ്ക്കുക. ഇപ്രകാരം തയ്യാറാക്കിയ മിശ്രിതം 150 ഗേജ് പോളിത്തീൻ കൂടകളിൽ നിറയ്ക്കുക. കൂടകളിൽ വെള്ളം കെട്ടിനിൽക്കാതിരിക്കുവാൻ ആവശ്യത്തിന് സുഷിരങ്ങളിടണം. ഇങ്ങനെ പോളിത്തീൻ കൂടകൾ തയ്യാറായി കഴിഞ്ഞാൽ ഇനി വള്ളിത്തണ്ടുകൾ തയ്യാറാക്കാം. തെരഞ്ഞെടുത്ത കൊടികളുടെ ചുവട്ടിൽ നിന്ന് ചെന്തലകൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മുറിച്ചെടുക്കാം. ചെന്തലകളുടെ മേലറ്റവും കീഴറ്റവും നീക്കി ബാക്കിയുള്ള ഭാഗത്തു നിന്നും 2-3 മുട്ടുകളുള്ള കഷണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഞെട്ട് മാത്രം നിർത്തി ഇലകൾ നീക്കം ചെയ്യാം. തണ്ടികളുടെ മുറിഭാഗത്തുകൂടെ രോഗകാരികളായ കുമിളുകൾ കയറുന്നത് നിയന്ത്രിക്കുന്നതിന് സ്യൂഡോമോണാസ് ലായനിയിൽ 20 മിനിറ്റ് മുക്കിവച്ചതിന് ശേഷം മാത്രം നടുക. ഇപ്രകാരം മുക്കിയെടുത്ത തണ്ടുകൾ നേരത്തെ തയ്യാറാക്കിയ മിശ്രിതം നിറച്ച പോളിത്തീൻ കൂടകളിൽ 1 മുട്ട് മണ്ണിനടിയിൽ വരത്തക്കവണ്ണം നടുക. കൂടകളുടെ വലിപ്പമനുസരിച്ച് 3-5 തണ്ടുകൾ വീതം ഒരു കൂടയിൽ നടാം. തണ്ടുകൾ നട്ടതിനു ശേഷം ചുറ്റുമുള്ള മണ്ണ് നല്ലവണ്ണം ഉറപ്പിക്കണം. കമ്പുകൾ നട്ടതിനു ശേഷം പോളിത്തീൻ കൂടകൾ ഓലമേഞ്ഞ പന്തലുകൾക്ക് കീഴെയോ ഷെയ്ഡ് നെറ്റ് പന്തലുകൾക്ക് കീഴെയോ നിരത്തിവെക്കുക. ചെറു നഴ്സറികളാണെങ്കിൽ ഇല കൊഴിക്കാത്ത മരങ്ങളുടെ കമ്പുകൾ ഇടയ്ക്ക് കുത്തിക്കൊടുത്തും തണൽ നൽകാം. തണലും നനയും അത്യാവശ്യം. ചെറിയ പന്തലിനുള്ളിൽ ചൂടും നല്ല ആർദ്രതയും നിലനിർത്താൻ കഴിഞ്ഞാൽ എളുപ്പത്തിൽ വേരുപിടിക്കും. മഴക്കാലത്ത് പന്തലിൽ നിന്നും വെള്ളം ഇറ്റുവീഴുന്നത് തടയുവാനും ചൂട് നിലനിർത്തുവാനുമായി പന്തലിന് മേലെ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൂടുന്നത് നല്ലതാണ്. ഇതുകൂടാതെ സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ചൂടും ആർദ്രതയും ക്രമീകരിച്ചുള്ള കൂടാരങ്ങൾക്കുള്ളിലും പോളിത്തീൻ കൂടുകൾ വേരുപിടിപ്പിക്കുന്നതിനായി വയ്ക്കാവുന്നതാണ്. ഇപ്രകാരം ചെയ്താൽ 20 ദിവസത്തിനുള്ളിൽ തന്നെ ഇലകളും വേരും പൊടിക്കും. ഏതു വിധേനയായാലും 3-4 മാസത്തിനുള്ളിൽ 3-4 ഇലകളും നല്ല വേരുപടലവും തൈകൾക്കുണ്ടാകും. നഴ്സറിയിലെ തണൽ ഘട്ടം ഘട്ടമായി മാറ്റി ജലസേചനം തുടരുക. കാലവർഷാരംഭത്തോടെ കൂടത്തൈകൾ നടാൻ തയ്യാറാകും. രോഗബാധയില്ലാത്തതും പ്രതിരോധശേഷിയുള്ളതുമായ വേര് പിടിപ്പിച്ച വള്ളികൾ നടീൽ വസ്തുക്കളായി ഉപയോഗിക്കുകയും ഇവിടുത്തെ ശാസ്ത്രജ്ഞർ നിർദ്ദേശിച്ച കാര്യങ്ങൾ കൃഷിയിടത്തിൽ കർഷകർ നടപ്പാക്കുകയും ചെയ്താൽ കുരുമുളകിന്റെ ഉൽപ്പാദനം ഉയർത്താമെന്നത് ഉറപ്പാണ്. നടീൽ രീതികളിലെ സാർപ്പിക രീതി അഥവാ നാഗപതിവയ്ക്കൽ. മേൽപ്പറഞ്ഞ പ്രകാരം വേരുപിടിപ്പിച്ച വള്ളിത്തലകളെ തറനിരപ്പിന് സമാന്തരമായി സർപ്പത്തിൻ്റേതുപോലെ പടർത്തി വേര് പിടിപ്പിച്ചെടുക്കുന്ന രീതിയാണിത്. വള്ളികൾ പടരുന്നതോടൊപ്പം അവയുടെ ഓരോ മുട്ടിനും താഴെ പോട്ടിംഗ് മിശ്രിതം നിറച്ച ചെറിയ കൂടകൾ വെച്ച് മുട്ട് നല്ലവണ്ണം കൂടയിലെ മിശ്രിതത്തിൽ ചേർന്നിരിക്കത്തക്കവണ്ണം ക്രമീകരിക്കുന്നു.
ഓരോ മുട്ടിൽ നിന്നും നല്ലവണ്ണം വേരുകളുണ്ടാകും. വള്ളിത്തല വളരുന്നതനുസരിച്ച് നടിയിൽ മിശ്രിതം നിറച്ച കൂടുകൾ വെച്ചുകൊടുക്കുക. ഇപ്രകാരം 15 മുതൽ 20 വരെ ബാഗുകൾ നിരനിരയായി അടുക്കി കഴിയുമ്പോഴേക്കും ആദ്യത്തെ കൂടകളിൽ വേര് നന്നായി വളർന്നതായി കാണാം. 3 മാസം കൊണ്ട് 10-15 തണ്ടുകളിൽ ഇപ്രകാരം വേരിറങ്ങും. പിന്നീട് 2 കൂടകൾക്കിടയിലുള്ള ഭാഗത്ത് വെച്ച് തണ്ട് മുറിച്ച് വേർപെടുത്തുക. ഇപ്രകാരം വേർപെടുത്തിയ കൂടകളിൽ വേര് പിടിച്ച മുട്ടിനു മുകളിൽ മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് മിശ്രിതമിട്ട് അമർത്തിവെക്കുക. തണലും നനയും തുടരുകയും വേണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ മുട്ടിൽ നിന്നും മുകുളങ്ങൾ ഉണ്ടാവുകയും 2-3 മാസത്തിനുള്ളിൽ ഇവ നടാൻ പാകമാകുകയും ചെയ്യും. ഇപ്രകാരം വേരിറങ്ങുന്ന മുറയ്ക്ക് കൂടത്തൈകൾ വേർപെടുത്തി 30 മുതൽ 40 വരെ നടീൽ വസ്തുക്കൾ ഒരു വള്ളിയിൽ നിന്ന് ഒരാണ്ടിലെടുക്കാം. വർഷം മുഴുവനും തൈകൾ ഉണ്ടാക്കാമെന്നതാണ് ഈ സാർപ്പിക രീതിയുടെ പ്രത്യേകത. ഇനി നഴ്സറിയിലെ രോഗനിയന്ത്രണ മാർഗങ്ങളിലേക്ക് കടക്കാം. നടീൽ മിശ്രിതം തയ്യാറാക്കുമ്പോൾ സ്വീകരിച്ച മുൻകരുതലുകൾ രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിന് ഒരു പരിധിവരെ സഹായകരമാണ്. എങ്കിൽ തന്നെയും രോഗവിമുക്തമായ കൂടത്തൈകൾ ഉണ്ടാക്കുന്നതിന് കൂടുതൽ ശ്രദ്ധയും പരിചരണവും നൽകേണ്ടതുണ്ട്. നല്ലപോലെ കാറ്റും വെളിച്ചവും കിട്ടുന്ന വിധത്തിൽ തവാരണകൾ സജ്ജീകരിക്കുക. 2% വീര്യത്തിൽ സ്യൂഡോമോണാസ് ഫ്ലോറസൻസ് തൈകളിൽ 2 ആഴ്ച ഇടവിട്ട് തളിച്ചു കൊടുക്കുകയും കൂടകളിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. മരുന്ന് തളിക്കുമ്പോൾ ഇലകളുടെ അടിഭാഗത്തെത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രോഗം വന്നതും തീരെ മുള വരാത്തതുമായ കൂടകൾ നഴ്സറികളിൽ നിന്ന് പൂർണ്ണമായും മാറ്റുക. നഴ്സറികളിൽ ശുചിത്വം പാലിക്കുക. രോഗാണുക്കൾ പെരുകാതിരിക്കാനായി 2 വർഷത്തിലൊരിക്കൽ നഴ്സറി ഇടുന്ന സ്ഥലം മാറുന്നത് നല്ലതാണ്. കൊടികൾ നടുമ്പോൾ പാലിക്കേണ്ട അകലം. നിരപ്പായ സ്ഥലങ്ങളിൽ 3 മീറ്റർ അകലത്തിൽ കൊടികൾ നടാം. ചരിവുകളിൽ 2 വരികൾ തമ്മിൽ 4 മീറ്ററും 2 കൊടികൾ തമ്മിൽ 2 മീറ്ററും അകലം കിട്ടത്തക്കവണ്ണം കൊടികൾ നടണം. നടീൽ സമയം. കുരുമുളക് കൃഷിക്ക് ഉത്തമം തിരുവാതിര ഞാറ്റുവേലയുടെ പകുതിയാണ്. തിരുവാതിര ഞാറ്റുവേലയിലെ ഇടവിട്ടുള്ള മഴയും വെയിലും കൊടികൾ പിടിച്ചു കിട്ടാൻ ഏറ്റവും അനുയോജ്യമാണ്. താങ്ങുമരങ്ങളുടെ വടക്കുവശത്തായി 30 സെന്റിമീറ്റർ അകലത്തിൽ 50 സെന്റിമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴിയെടുക്കണം. ഈ കുഴിയിൽ വളക്കൂറുള്ള മേൽമണ്ണും കമ്പോസ്റ്റും അല്ലെങ്കിൽ അഴുകിയ കാലിവളവും ചേർത്ത് നിറയ്ക്കുക. ഇതുകൂടാതെ ജൈവിക രോഗനിയന്ത്രണ സഹായികളായ ട്രൈക്കോഡേമ 50 ഗ്രാം, വാം അല്ലെങ്കിൽ AMF 100 ഗ്രാം, സ്യൂഡോമോണാസ് 50 ഗ്രാം, പൊച്ചോണിയ 50 ഗ്രാം എന്നിവയും കുഴികളിൽ ചേർക്കുക. ഈ കുഴികളിൽ താങ്ങുകാലുകളുടെ വലുപ്പമനുസരിച്ച് 2-3 വേര് പിടിപ്പിച്ച തലകൾ വീതം നടണം. നട്ടതിനു ശേഷം നന്നായി മണ്ണിട്ടുറപ്പിക്കുകയും വേണം. താങ്ങുകാലിന്റെ മൂട്ടിൽ നിന്നും താഴോട്ട് ചരിവ് വരത്തക്ക വിധം മണ്ണിട്ടുറപ്പിക്കുകയാണെങ്കിൽ കുഴിയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കാം. മുകളിലേക്ക് വളരുന്ന തണ്ട് താങ്ങിനോട് ചേർത്ത് കെട്ടിവെക്കണം. ചൂടിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടത്ര തണൽ നൽകുകയും വേണം. ഇലപൊഴിയാത്ത മരച്ചില്ലകളോ ഓലയോ കമുകിൻ പട്ടയോ താങ്ങുമരത്തിനോട് ചേർത്ത് പൊതിഞ്ഞു കെട്ടണം. നടീലിന് ശേഷവും പരിചരണം അത്യാവശ്യമാണ്. തോട്ടം കൊത്തിക്കിളയ്ക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ദുരിതവാട്ടത്തിനുള്ള സാധ്യത ഒഴിവാക്കാനാണിത്. ആദ്യത്തെ 2-3 വർഷം കൊടികൾ വളരുന്നതനുസരിച്ച് താങ്ങുമരത്തോട് ചേർത്ത് കെട്ടിക്കൊടുക്കുകയും വേണം. കൊടിയുടെ മുകളിൽ നിന്ന് തൂങ്ങിയിറങ്ങുന്ന ഞാലിവള്ളികൾ യഥാസമയം മുറിച്ചു മാറ്റണം. കൊടിയുടെ വേനൽക്കാല പരിചരണ മുറയിൽ ഏറ്റവും പ്രധാനം മണ്ണിലെ ജലാംശം നഷ്ടപ്പെടാതെ നിലനിർത്തുകയെന്നതാണ്. പുതയിടൽ ഇതിനേറ്റവും പറ്റിയ മാർഗമാണ്. ഉണങ്ങിയ ചപ്പുചവറുകൾ, കരിയില, അറക്കപ്പൊടി, അടയ്ക്കാത്തോട്, വാഴപ്പോള തുടങ്ങി എന്തും പുതയിടാൻ ഉപയോഗിക്കാം. കൊടിക്ക് ചുറ്റും ഏതാണ്ട് 1.5 മീറ്റർ ചുറ്റളവിൽ തടം മുഴുവനും മൂടത്തക്ക വിധമാണ് പുതയിടേണ്ടത്. തോട്ടത്തിലുള്ള കളകളും യഥാസമയം നീക്കം ചെയ്യണം. ഈ കളകളും പുതയിടാൻ ഉപയോഗിക്കാം.
ഇത്തരം മാർഗങ്ങളിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കാനുമാകും. ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ തുടങ്ങി മാർച്ച് അവസാനം വരെ കൊടികൾ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. വിളവിൽ ഏതാണ്ട് 50% വർധനവിന് ഇത് സഹായിക്കും. കൊടിയൊന്നിന് ഏകദേശം 100 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ 8-10 ദിവസത്തിലൊരിക്കൽ നനച്ചു കൊടുക്കണം. എൻ്റെ തോട്ടത്തിൽ ആധുനികമായ ജലസേചന മാർഗം സ്വീകരിച്ചിരിക്കുന്നുണ്ട്. തിരികൾ നേരത്തെ ഇടുകയും കൊടിയുടെ ആരോഗ്യം നിലനിൽക്കുകയും വിളവെടുപ്പ് നേരത്തെ നടത്താൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. തൈക്കൊടികൾക്ക് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും നനച്ചു കൊടുക്കണം. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് കൊടിത്തോട്ടത്തിലെ തണൽ ക്രമീകരിക്കണം. താങ്ങുകാലുകളുടെ ഉയരം 6 മീറ്ററായി പരിമിതപ്പെടുത്തുന്നത് വിളവെടുപ്പിനെ സുഗമമാക്കും. ഇടതൂർന്നു വളർന്നുവരുന്ന ചില്ലകൾ മുറിച്ചു മാറ്റി തോട്ടം മഴക്കാലം തുടങ്ങുന്നതോടെ തുറന്നുകൊടുക്കണം. വള്ളികൾക്ക് സൂര്യപ്രകാശം കിട്ടാനാണിത്. തണൽ കൂടുതലാണെങ്കിൽ തുലാവർഷത്തിന് മുൻപ് ഒന്നുകൂടെ കൊമ്പ് കോതിക്കൊടുക്കണം. ഈ കമ്പുകളും ചില്ലകളും പുതയിടാൻ ഉപയോഗിക്കുകയും ചെയ്യാം. വളപ്രയോഗം. കൊടികൾക്കായുള്ള വളപ്രയോഗം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ധാരാളം പോഷക മൂലകങ്ങൾ ആവശ്യമുള്ള വിളയാണ് കുരുമുളക്. ജൈവവളങ്ങൾ കുരുമുളക് കൃഷിയിൽ അനിവാര്യമാണ്. കൊടിയൊന്നിന് 10 കിലോഗ്രാം അഴുകിപ്പൊടിഞ്ഞ കാലിവളം, അല്ലെങ്കിൽ കമ്പോസ്റ്റ്, അല്ലെങ്കിൽ പച്ചിലവളം, 1 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കാലവർഷാരംഭത്തോടെ നൽകാം. 5 കിലോഗ്രാം ജൈവവളവും 1 കിലോ വേപ്പിൻ പിണ്ണാക്കും വീണ്ടും തുലാവർഷത്തോടൊപ്പം നൽകണം. കൊടിച്ചുവട്ടിൽ നിന്നും 50-70 സെന്റിമീറ്റർ അകലത്തിലാണ് ജൈവവളം ചേർത്ത് കൊടുക്കേണ്ടത്. മണ്ണിലെ പുളിരസം നിയന്ത്രിക്കുന്നതിനായി കൊടിയൊന്നിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ 500 ഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് നൽകണം. ഇത് ഒന്നിടവിട്ട വർഷങ്ങളിൽ നൽകിയാൽ മതിയാകും. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് രാസവളങ്ങൾ നൽകേണ്ടത്. വളപ്രയോഗം നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൊടിയുടെ ചുവട്ടിലുള്ള മറ്റ് കരിയില കളകളെല്ലാം മാറ്റി ഒരു 1 മീറ്റർ അകലത്തിൽ വൃത്തിയാക്കിയതിന് ശേഷം കൊടിയുടെ ചുവട്ടിൽ നിന്നും ഒരു 50 സെൻറ്റിമീറ്റർ മാറി ആയിട്ടാണ് വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. ഓർഗാനിക് വളങ്ങൾ കൂടാതെ രാസവളങ്ങളും നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നുണ്ട്. രാസവളങ്ങൾ 50:50:150 എന്ന തോതിൽ NPK മിശ്രിതമാണ് നമ്മൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കേണ്ടത്. 2 തവണകളായിട്ടാണ് കുരുമുളക് കൃഷിക്ക് രാസവളങ്ങൾ നൽകേണ്ടത്. ആദ്യത്തെ ഗഡു നൽകേണ്ടത് കാലവർഷ ആരംഭത്തോടു കൂടി തന്നെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. രണ്ടാമത്തത് തുലാവർഷത്തോടു കൂടി തന്നെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നേരിയ അളവിൽ മണ്ണിട്ട് മൂടുക. രാസവളങ്ങൾ നൽകുമ്പോഴും ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒരടി മാറി വേണം വളങ്ങൾ കൊടുക്കുവാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ചുവട്ടിലെ തണ്ടുകളിലോ മറ്റു വേരുകളിലോ രാസവളങ്ങൾ വീഴാതെ ശ്രദ്ധിക്കണം. ജൈവവളവും രാസവളവും ചേർത്തുള്ള സമീകൃത വളപ്രയോഗം കൂടുതൽ വിളവ് നൽകും. വിളവെടുപ്പ് കാലം. തിരിയിട്ട് 6 മുതൽ 8 മാസം കൊണ്ട് മണികൾ മൂപ്പെത്തുന്നു. തിരികളിൽ 2-3 മണികൾ പഴുത്തു തുടങ്ങുന്നതോടെ പറിച്ചെടുക്കണം. മുളക് പറിക്കുന്നതിന് മരമോ ഇരുമ്പോ അലൂമിനിയം കൊണ്ടുള്ള ഏണിയോ ഉപയോഗിക്കാവുന്നതാണ്. കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ നിമിത്തം ഇപ്പോൾ തിരികൾ ഒരുമിച്ച് മൂക്കാത്ത അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. 2-3 തവണകളായി വിളവെടുപ്പ് പൂർത്തിയാക്കാം. പിന്നീട് തിരികൾ മെതിയന്ത്രത്തിലിട്ട് മണികൾ വേർപെടുത്തണം. മണിക്കൂറിൽ 500 മുതൽ 1500 കിലോഗ്രാം വരെ മെതിക്കാവുന്ന മെതിയന്ത്രങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. വെള്ളക്കുരുമുളക് ഉണ്ടാക്കുമ്പോൾ
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലപോലെ വിളഞ്ഞതോ അല്ലെങ്കിൽ പഴുത്തതോ ആയ മണികൾ പറിച്ചെടുത്ത ഉടനെയാണ് ഉപയോഗിക്കേണ്ടത്. കുരുമുളക് എണ്ണ, കുരുമുളക് സത്ത് എന്നിവ വേർതിരിച്ചെടുക്കുന്നതിന് മൂപ്പത്താത്ത മണികളാണ് നല്ലത്. പുറന്തൊലി നീക്കിയ വെള്ള കുരുമുളകിന് ഇന്ന് ആഭ്യന്തര വിപണിയിലും ആഗോള വിപണിയിലും നല്ല ഡിമാൻഡുണ്ട്. വെള്ള കുരുമുളക് ഉണ്ടാക്കുവാനുള്ള യന്ത്രങ്ങളും ഇന്ന് ലഭ്യമാണ്. വെള്ള കുരുമുളക്, ജലാംശം നീക്കിയ പച്ചനിറം നിലനിർത്തിയുള്ള മുളക് മണികൾ, കുരുമുളക് തൈലം, സത്ത്, അച്ചാറുകൾ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും പ്രിയമേറി വരുന്നു. എരിവിലും മറ്റു ഗുണങ്ങളിലും മികവുള്ള ഇന്ത്യൻ കുരുമുളകിന് അന്താരാഷ്ട്ര വിപണികളിൽ വൻ ആവശ്യകതയാണ്. വിളവെടുപ്പിന് ശേഷം പറിച്ചെടുത്ത കുരുമുളക് തരികളിൽ നിന്ന് മണികൾ പൊഴിച്ച് ഉണക്കി വിപണനത്തിന് തയ്യാറാക്കുന്നതുവരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ ഓരോന്നിലും കർഷകർ ശ്രദ്ധ ചെലുത്തേണ്ടത് ഉൽപ്പന്നത്തിന് ഗുണശോഷണം സംഭവിക്കാതിരിക്കുവാൻ ആവശ്യമാണ്. ബ്ലാഞ്ചിങ്. പൊഴിച്ചെടുത്ത കുരുമുളക് മണികൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ 1 മിനിറ്റ് മുക്കിവച്ച ശേഷം ഉണക്കിയെടുക്കുകയാണ് പുതിയ സമ്പ്രദായം. വെള്ളം വാർന്നുപോകുവാൻ സൗകര്യമുള്ള വെള്ളക്കുട്ടകളിൽ മുളക് നിറച്ച് ഒരു ചെമ്പിലോ കുട്ടകത്തിലോ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുകയും 1 മിനിറ്റിന് ശേഷം പുറത്തെടുത്ത് വെള്ളം വാർന്നുപോയ ശേഷം വെയിലത്തിട്ടുണക്കുകയുമാണ് ഈ രീതി. വളരെ വേഗം ഉണങ്ങിക്കിട്ടാൻ ഈ രീതി സഹായിക്കും. മാത്രവുമല്ല, മുളകിന് ഒരേ തരത്തിൽ മിന്നുന്ന കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും. മണികളിൽ പറ്റിപ്പിടിച്ചിരിക്കാനിടയുള്ള പൊടി, മണ്ണ്, അഴുക്ക്, കീടനാശിനിയുടെ അംശം എന്നിവ അകന്നു പോകുവാനും മിക്ക അണുജീവികൾ നശിച്ചു പോകുവാനും ഈ രീതി സഹായിക്കും. ഈ രീതി എല്ലാ കർഷകരും സ്വീകരിച്ചാൽ നമ്മുടെ കുരുമുളകിന്റെ ഗുണമേന്മ വളരെ വർദ്ധിക്കുമെന്ന് തീർച്ചയാണ്. ഉണക്ക്. സമതല പ്രദേശങ്ങളിൽ നല്ല വെയിലുള്ളപ്പോൾ 3-4 ദിവസം കൊണ്ട് കുരുമുളക് ഉണങ്ങിക്കിട്ടും. പരിചയമുള്ള കർഷകർക്ക് കയ്യിൽ വാരി നോക്കി ഉണക്കറിയുവാൻ കഴിയും. വേണ്ടത്ര ഉണങ്ങിയിട്ടില്ലെന്ന് സംശയം തോന്നിയാൽ ഒരു വെയിൽ കൂടി കൊള്ളിക്കണം. ഉണക്കൽപ്പം കൂടിയതുകൊണ്ട് ദോഷമൊന്നുമില്ല. കുറഞ്ഞാൽ ഉൽപ്പന്നമാകെ തന്നെ ചീത്തയാകുവാൻ അത് മതി താനും. അതിനാൽ വേണ്ടത്ര ഉണക്കുക തന്നെ വേണം. ഈർപ്പാംശം 10% കൂടാതിരിക്കുന്നതാണ് നല്ലത്. മഴക്കാലത്ത് സ്വാഭാവികമായും ഇതൽപ്പം ഉയരും. ഈർപ്പം കൂടിയാൽ പൂപ്പൽ ബാധിക്കും. പൂപ്പൽ ബാധയിൽ നിന്നുണ്ടാകുന്ന അഫ്ലാടോക്സിൻ എന്ന വിഷവസ്തു ഉൽപ്പന്നത്തെ ആകെ തന്നെ ഭക്ഷ്യയോഗ്യമല്ലാതാക്കും. കുരുമുളക് ഉണക്കുന്നതിന് ഏറ്റവും വൃത്തിയുള്ള പ്രതലം തന്നെ വേണം. ചാണകം മെഴുകിയ മുറം, കുട്ട, പനമ്പ് എന്നിവയൊന്നും കുരുമുളക് കൈകാര്യം ചെയ്യുവാൻ ഉപയോഗിക്കരുത്. കഴുകി വൃത്തിയാക്കിയ സിമന്റ് തറ, ടെറസ് എന്നിവയിലും ചാണകം മെഴുകാത്ത പനമ്പ്, പായ എന്നിവയിലും ടാർപോളിൻ, ഉലുവ, പേപ്പർ മിശ്രിതം മെഴുകിയ പനമ്പുകൾ, പൊളിത്തീൻ ഷീറ്റ് തുടങ്ങിയവയിലുമിട്ട് കുരുമുളക് ഉണക്കിയെടുക്കാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ കുരുമുളകിൽ പല മാലിന്യങ്ങളും വന്നുപെടാനിടയുണ്ട്. അതിനാൽ കുരുമുളക് ഉണങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അത് പാറ്റി വൃത്തിയാക്കുകയാണ്. മുറം ഉപയോഗിച്ചാണ് സാധാരണ പാറ്റുന്നത്. ചിലയിടങ്ങളിൽ ഫാനും ഉപയോഗിക്കാറുണ്ട്. മുറം ചാണകം മെഴുകാത്തത് തന്നെ ആയിരിക്കണം. പാറ്റുന്നതിലൂടെ പൊടി നീക്കം ചെയ്യുകയും മൊട്ടുമണി, പതിര് എന്നിവ വേർതിരിക്കുകയും ചെയ്യാം. മറ്റു വസ്തുക്കൾ കൈകൊണ്ട് പെറുക്കിക്കളയണം. വൃത്തിയാക്കാനുള്ള മുളകും വൃത്തിയാക്കിക്കഴിഞ്ഞ മുളകും ഒന്നിച്ചിടരുത്. സംഭരണം. അഴുക്കില്ലാത്തതും ശരിക്കുണങ്ങിയതുമായ മുളക് പൊളിത്തീൻ ലൈനിംഗ് ഉള്ള പുതിയ ചണച്ചാക്കുകളിലാക്കി കെട്ടിയോ തയ്ച്ചോ വയ്ക്കണം. വൃത്തിയില്ലാത്ത ചാക്കുകൾ, വളം, കീടനാശിനി തുടങ്ങിയവ നിറച്ചിരുന്ന ചാക്കുകൾ എന്നിവയൊന്നും കുരുമുളക് നിറയ്ക്കാൻ ഉപയോഗിക്കരുത്. വൃത്തിയും അടച്ചുറപ്പുമുള്ള പത്തായമുള്ളവർക്ക് അതുപയോഗിക്കാം.
പാറ്റ, പല്ലി, ചിലന്തി, കീടങ്ങൾ എന്നിവയ്ക്കൊന്നും പത്തായത്തിൽ കടക്കുവാൻ പഴുതുണ്ടായിരിക്കരുത്. ചാക്കിൽ നിറച്ച് മുളക് അട്ടിയിട്ട് വയ്ക്കുമ്പോൾ അടിയിൽ നിന്നും വശങ്ങളിൽ നിന്നും ഈർപ്പം തട്ടാനിടയാവരുത്. തടിക്കഷ്ണങ്ങളോ പലകകളോ പാകിയ നിലത്തെ ചാക്കുകൾ അട്ടിവെക്കാവൂ. ചുവരിൽ നിന്ന് ഏതാനും ദൂരം അകന്നിരിക്കുകയും വേണം. ചാക്കുകൾ ഇട്ട ശേഷം കട്ടിയുള്ള പൊളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് മൂടിയിടണം. വായുവിൽ നിന്ന് ഈർപ്പം തട്ടാതിരിക്കാനാണിത്. എലിയും മറ്റ് ക്ഷുദ്രജീവികളും കടക്കാത്ത മട്ടിൽ ഭദ്രമായിരിക്കണം കുരുമുളക് സൂക്ഷിക്കുന്ന സ്ഥലം. വിപണനം. ഒരു വർഷം ഏതാണ്ട് 1.5 ലക്ഷം ടൺ കുരുമുളകാണ് അന്താരാഷ്ട്ര വിപണികളിലൂടെ വിപണനം ചെയ്യപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ആഗോള വ്യാപാരത്തിന്റെ 30%-ലധികമാണിത്. ഏറ്റവും കൂടുതൽ കുരുമുളക് ഇറക്കുമതി ചെയ്തുപയോഗിക്കുന്ന രാജ്യം USA ആണ്. ഏതുൽപാദക രാജ്യത്തു നിന്നാണോ കുറഞ്ഞ വിലയ്ക്ക് കുരുമുളക് കിട്ടുക അവിടെ നിന്ന് വാങ്ങുക എന്നതാണ് മിക്ക ഉപഭോക്തൃ രാജ്യങ്ങളും സ്വീകരിക്കുന്ന നയം. വ്യത്യസ്ത രൂപത്തിലുള്ള കുരുമുളകിനും കുരുമുളക് ഉൽപ്പന്നങ്ങൾക്കും ഇന്ന് വിപണിയുണ്ട്. ഇംഗ്ലീഷിൽ ബ്ലാക്ക് പെപ്പർ എന്നറിയപ്പെടുന്ന സാധാരണ കുരുമുളക്, ജലാംശം നീക്കിയ പച്ച കുരുമുളക്, കുരുമുളക് പൊടി, വെള്ള കുരുമുളക്, കുരുമുളകിൻ്റെ പതിർമണികളും മൊട്ടുമണികളും, കുരുമുളക് തൊലി, ഉപ്പിലിട്ട പച്ച കുരുമുളക് അഥവാ പെപ്പർ ഇൻ ബ്രൈൻ, മരവിപ്പിച്ച കുരുമുളക് അഥവാ ഫ്രോസൻ പെപ്പർ, മരവിപ്പിച്ചുണക്കിയ പച്ച കുരുമുളക് അഥവാ ഫ്രീസ് ഡ്രൈഡ് ഗ്രീൻ പെപ്പർ, പിങ്ക് പെപ്പർ, ക്രാക്ഡ് പെപ്പർ, ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പെപ്പർ, കുരുമുളക് തൈലം, കുരുമുളക് സത്ത് എന്നിങ്ങനെ വിവിധ രൂപങ്ങളിലാണ് ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുന്നത്. ഇതിൽ വെള്ളക്കുരുമുളകിന് വിദേശ വിപണിയിൽ ഇപ്പോൾ ആവശ്യക്കാരേറെയാണ്. കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിപണനത്തിൽ അടുത്ത കാലത്തുണ്ടായ അതിപ്രധാനവും നിർണായകവുമായൊരു സംഗതി ഗുണമേന്മയ്ക്ക് കൈവന്ന അസാധാരണമായ പ്രാധാന്യമാണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളുടെയും അവ വളരുന്നതും ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതുമായ സ്ഥലത്തിൻ്റെയും ശുചിത്വം, സൂക്ഷ്മാണുജീവികളിൽ നിന്നും കീടനിയന്ത്രണത്തിനുപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുമുള്ള മോചനം എന്നീ ഘടകങ്ങൾ ഇറക്കുമതി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകങ്ങളായി മാറിയിരിക്കുന്നു. ഇറക്കുമതി രാജ്യങ്ങളിലും കുരുമുളക് വ്യാപാര രംഗത്ത് ഒട്ടനവധി മാറ്റങ്ങൾ ദൃശ്യമാണ്. മുൻപ് കുരുമുളക് വാങ്ങി വൃത്തിയാക്കി പൊടിച്ചും ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയും കൺസ്യൂമർ പാക്കറ്റുകളിലാക്കി വിപണിയിലെത്തിച്ചിരുന്നവർ ഇന്ന് അവ ഉൽപ്പാദക രാജ്യങ്ങളിൽ വെച്ച് തന്നെ അവർക്കാവശ്യമായ ഉപോൽപ്പന്നങ്ങളുടെ രൂപത്തിൽ പാക്ക് ചെയ്ത് കിട്ടുവാൻ താൽപ്പര്യപ്പെടുകയാണ്. അവയ്ക്കവർ നിർദ്ദേശിച്ചിരിക്കുന്ന ഗുണമേന്മയും ശുചിത്വവും ഉണ്ടായിരിക്കണമെന്ന് മാത്രമല്ല വികസിത രാജ്യങ്ങളിൽ സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബഹിരാഷ്ട്ര കുത്തക സ്ഥാപനങ്ങൾ ഉൽപ്പാദക രാജ്യങ്ങളിൽ സ്വന്തമായും അവിടങ്ങളിൽ നിലവിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുമായി കൂട്ടുചേർന്നും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഉപോൽപ്പന്നങ്ങളുടെയും നിർമ്മാണത്തിനും വിപണനത്തിനും ഉതകുന്ന സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിതയ്ക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് കൊയ്യുവാൻ കഴിയൂ. ഈ കറുത്ത പൊന്നിനെ നമ്മൾ നന്നായി പരിപാലിക്കുന്നതിലൂടെ നമുക്കും നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തിൽ പങ്കാളിയാകാം.